അപ്പോൾ ഗോമതിയെ രക്ഷിക്കാൻ അനന്തനും അച്യുതനും ധർമ്മനും മൂന്ന് പേരും കൂടി ചേർന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി സാന്ത്വനത്തിൽ വരാനിരിക്കുന്ന എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി കഴിയുമ്പോൾ ധർമ്മൻ വീണ്ടും ദേവമംഗലത്തുകാരുമായിട്ട് ഒത്തുചേരാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചിട്ട് ഇന്ദിരാ സ്റ്റോഴ്സ് പൂട്ടുമൊന്നുമില്ല. ബാലനും ധർമ്മനും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും പിണക്കവും ഒക്കെ മറന്നിട്ട് രണ്ടുപേരും അവരവരുടെ കട ഭംഗിയായിട്ട് നടത്താൻ പോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ മുമ്പ് ഇപ്പൊ ഗോമതിക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത് നോക്കുമ്പോൾ ധർമ്മനും അച്യുതനും അനന്തനും വിവരം അറിഞ്ഞ ഉടനെ ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ദേവമംഗലംകാരെയൊക്കെ കാണുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇൻസ്പെക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി ഇവർ മൂന്നുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ ധർമ്മൻ പറയാണ്, അവര് കൊടുത്തിരിക്കുന്ന ആ കള്ളപ്പരാതി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ് ഏട്ടാ. ആ ദേവി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ മുതല് ദേവമംഗലത്തെ എല്ലാരും എന്തുമാത്രം സന്തോഷിച്ചതെന്ന് അറിയോ? ഗോമതി ചേച്ചിയും അളിയനും മാത്രമല്ല, ആ മീനുവും മിത്രയും ആകാശവും ആര്യനും പോലും എന്ത് സ്നേഹത്തോടെയും കരുതലോട് കൂടിയിട്ടാണ് ആ ദേവിയെ നോക്കിയതെന്നറിയോ? അവിടെ താമസിച്ചുകൊണ്ട് എല്ലാം നേരിട്ട് എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടേട്ടാ. എന്നിട്ട് അവരിപ്പോ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോ ഈ ദേവിക്ക് എങ്ങനെയാ ഇതൊക്കെ ചെയ്യാൻ മനസ്സ് വന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഒരു നശിച്ച കുടുംബത്തെ വീട്ടിൽ കയറ്റിയ സ്ഥിതിക്ക് ഇപ്പൊ ഇതൊക്കെ അനുഭവിക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ അച്യുതൻ പറയുമ്പോ അനന്തം പറയാണ് കേട്ടോ, എന്തായാലും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇതില് നമ്മളെ കൊണ്ടാവുന്നതെല്ലാം നമ്മൾ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്തവരെന്തിനാ ജയിലിൽ പോയി കിടക്കുന്നത്? അച്യുത, നീ നമ്മുടെ വക്കീലിനെ വിളിച്ചേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്യുതൻ വക്കീലിനെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മീനുവിന്റെ അച്ഛനെയും കൂട്ടി അവിടെ വരികയാണ് കേട്ടോ. അങ്ങനെ ഇവരെ അവിടെ കണ്ട ഉടനെ മീനു ഒന്ന് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവരൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരോട് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് വേഗം അകത്തേക്ക് കയറി പോകുന്നു. എന്നിട്ട് ദേവമംഗലകാരെ കണ്ട് സംസാരിക്കുന്നു, കുറച്ച് കരയുന്നു. അത് കഴിഞ്ഞ് ഇൻസ്പെക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. എല്ലാം കഴിഞ്ഞ് മീനു പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവരോട് സംസാരിക്കാൻ വരികയാണ് കേട്ടോ. നേരെ ധർമ്മനോട് പോയി മീനു ചോദിക്കുകയാണ്, മാമ അച്ഛനെയും അമ്മയൊക്കെ മാമൻ കണ്ടിരുന്നോ, അവരോട് സംസാരിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സംസാരിച്ചു മീനു, നീ കണ്ടതല്ലേ, എല്ലാവരും നല്ല സങ്കടത്തിലാണ്. എന്നാലും ഈ ദേവിക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സ് വന്നു മീനു എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ മീനു പറയാണ് കേട്ടോ, അല്ല മാമ, ഇതിന്റെ പിന്നില് മറ്റെന്തോ ചതിയുണ്ട്. എനിക്ക് നല്ല ഉറപ്പാ ദേവിയേട്ടത്തി ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇങ്ങനെയൊന്നും ചെയ്യാൻ ദേവിയേട്ടത്തിക്ക് മനസ്സ് വരില്ല. ദേവിയേട്ടത്തി അറിയാതെ അവരുടെ അച്ഛനും അമ്മയും കൂടെ ഒപ്പിക്കുന്ന പണിയായിരിക്കും ഇതൊക്കെ. ദേവിയേട്ടത്തി ഒന്നും അറിഞ്ഞു കാണില്ല എന്നാ എന്റെ മനസ്സ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അച്യുതൻ പറയാണ് കേട്ടോ, അതെങ്ങനെയാ ദേവി അറിയാതെ കംപ്ലൈന്റ് കൊടുക്കുന്നത്? ഉദയഭാനുവിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞല്ലോ കംപ്ലൈന്റ്, ദേവിയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞല്ലേ? ദേവിയുടെ ഒരു ഒപ്പ് പോലും ഇല്ലാതെ ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതാ എനിക്കും അറിയാത്തത് എന്നൊക്കെ ഇങ്ങനെ മീനു പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ധർമ്മൻ പറയാണ്, അതെ ഏട്ടാ, മീനു പറയുന്നതിലും ഒരു കാര്യമുണ്ട്. ദേവി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ചിലപ്പോ ദേവി അറിയാതെ ഈ ഉദയഭാനു പറ്റിച്ച പണിയാണെങ്കിലോ ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ സത്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരണോ ഏട്ടാ? ദേവിയെ ഇവിടം വരെ കൊണ്ടുവന്ന് സത്യങ്ങളൊക്കെ പറയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇവരെ പുറത്തിറക്കാൻ സാധിക്കും. ഇനി അങ്ങനെ ഒരു കള്ളക്കളി ഇതിന് പിന്നിലുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അനന്തനും അച്യുതനും പറയുന്നുണ്ട്, എന്നാ പിന്നെ ആ വഴിക്കും ശ്രമിച്ചു നോക്കാം, നീ വാടാ എന്നൊക്കെ പറഞ്ഞ് ഇവര് മൂന്നുപേരും കൂടെ ദേവിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അനന്തനും അച്യുതനും ധർമ്മനും അങ്ങനെ അവിടെ പോയി ദേവിയുടെ വീടിന്റെ കോളിംഗ് ബെൽ അമർത്തുന്നു. ഉദയഭാനു ജനൽ വഴി ഇങ്ങനെ നോക്കുമ്പോൾ ഇവര് മൂന്നുപേരും കൂടെ നിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഈ തടിയന്മാരെന്താ ഇവിടെ, ഇവരിപ്പോ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ എന്ത് ചെയ്യും? ഡോറ് തുറക്കണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീകല അപ്പുറത്തുനിന്ന് വരികയാണ്. ആരാ മനുഷ്യ വന്നത്? ഡോറ് തുറന്ന് നോക്ക് എന്ന് പറയുമ്പോൾ ശ്രീകലയെ ഷു 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 എന്ന് പറഞ്ഞിട്ട് പറയാണ്, വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, കൃഷ്ണമംഗലത്തുകാരാ. അനന്തനും അച്യുതനും കൂടെ ധർമ്മനും ഉണ്ട്. ഇവരൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനിയിപ്പോ ആ കേസിന്റെ കാര്യം വല്ലതും സംസാരിക്കാൻ വന്നതായിരിക്കോ എന്നിങ്ങനെ ഉദയഭാനു ചോദിക്കുമ്പോൾ ശ്രീകല ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ് കേട്ടോ, എനിക്ക് മനസ്സിലായി, ദേവമംഗലത്തുകാർക്കെതിരെ നമ്മൾ കേസ് കൊടുത്തത് ഇവരറിഞ്ഞിട്ടുണ്ടാവും. ഇവരുടെ ശത്രുക്കളാണല്ലോ ദേവമംഗലത്തുകാര്. അപ്പോ നമ്മളെ കണ്ട് സംസാരിച്ചിട്ട് ദേവമംഗലത്തുകാരെ കുടുക്കണം, അതിന് ഞങ്ങളുടെ എന്ത് സഹായവും ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കൂടെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ദേവമംഗലത്തുകാരെ തകർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു പിന്തുണ തരാൻ വന്നതാണ് അവര്. ഇല്ലെങ്കിൽ പിന്നെ അനന്തനും അച്യുതനൊക്കെ എന്തിനാ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ, അല്ല ധർമ്മനും ഇവരുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, മനുഷ്യ നിങ്ങൾ മറന്നോ, ധർമ്മൻ ഇപ്പൊ ദേവമംഗലത്തുകാരുടെ ശത്രുവല്ലേ? ധർമ്മനെ കള്ളനാക്കി വീട്ടിൽ നിന്ന് പുറത്താക്കിയവരല്ലേ ദേവമംഗലത്തുകാര്? ആ ദേഷ്യം ധർമ്മന് കാണാതിരിക്കില്ലല്ലോ. എന്തായാലും നമ്മുടെ സമയം തെളിഞ്ഞു. ഇനി ഇവരുടെ കൂടെ കൂടിയ എളുപ്പത്തിൽ നമുക്ക് ദേവമംഗലത്തുകാരെ മുട്ടുകുത്തിക്കാൻ പറ്റും. പക്ഷേ ഈ ദേവി ഇതൊക്കെ കണ്ട ആകെ പ്രശ്നവും. അവൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവളവിടെ മുറി കിടന്ന് നല്ല ഉറക്കമാന്ന് ഉദയഭാനു പറയാണ്. ഉറങ്ങട്ടെ ഉറങ്ങട്ടെ, അതേതായാലും നന്നായി, നിങ്ങൾ മാറി നിൽക്ക് മനുഷ്യ എന്ന് പറഞ്ഞ് ശ്രീകല പോയി വാതിൽ തുറക്കുകയാണ്. അങ്ങനെ ഇവര് അവിടെ അനന്തനും അച്യുതനും ധർമ്മനും ഒക്കെ എല്ലാം സംസാരിച്ച് പ്ലാൻ ചെയ്ത് തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവരെ കാണുമ്പോൾ ശ്രീകല, നിങ്ങളോ, നിങ്ങളെ ആരെയും ഇങ്ങോട്ട് തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. ധർമ്മന് സുഖമാണല്ലോ അല്ലെ? ആ ദേവമംഗലത്ത് നിന്ന് ഇറങ്ങിയ ശേഷം ധർമ്മൻ നല്ല സമാധാനത്തിലായിരിക്കും ജീവിക്കുന്നത്. ആ ഒരു വ്യത്യാസമൊക്കെ കാണാനുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ധർമ്മൻ ശ്രീകലയോട് പറയാണ്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതാ ഞങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നത്. ശരിക്കും ഇതൊരു കള്ളപ്പരാതിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകല ഇങ്ങനെ ദേവി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ധർമ്മനോട് ഇങ്ങനെ പറയാണ്, സത്യം പറഞ്ഞ കള്ളപ്പരാതി തന്നെയാ. പക്ഷേ ഇതല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ. എന്റെ മോളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ ആനന്ദ് എന്റെ മോൾക്ക് ഡിവോഴ്സ് നോട്ടീസും അയച്ചു. എന്റെ മോളുടെ ജീവിതം രക്ഷിക്കാൻ ഇതൊരു വഴിയെ ഞാൻ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് കേസ് കൊടുത്തത്. പിന്നെ നിങ്ങളെ എല്ലാവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അകത്ത് ദേവിയുണ്ട്. അവൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാ എന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ദേവി അറിയാതെയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് ഇപ്പൊ ഇവർക്ക് മൂന്നുപേർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് അച്യുതൻ ഉദയഭാനുവിനോട് പറയാണ്, കേസിന്റെ കാര്യങ്ങളും നിങ്ങളുടെ പരാതിയൊക്കെ ഞങ്ങൾ കണ്ടു. നിങ്ങളിപ്പോ പരാതിയിൽ കൊടുത്തിരിക്കുന്ന ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് ദേവമംഗലത്തുകാരെ അകത്താക്കാൻ പറ്റില്ല. അവരെ സ്ഥിരമായിട്ട് ജയിലിൽ പിടിച്ചിടണമെങ്കിൽ വേറെയും കുറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു തരാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ ശ്രീകല പറയാണ്, ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്ത് ശീലമില്ലല്ലോ, അതുകൊണ്ട് അച്ചുവേട്ടൻ പറഞ്ഞാൽ മതി, അതേപോലെ ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ദേവിയെ വിളിക്ക്. അവളാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അതൊക്കെ എന്താണെന്ന് അവളോട് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ദേവിയെ വിളിക്ക് എന്ന് പറയുമ്പോൾ, അയ്യോ അച്ചുവേട്ടാ ക്ഷമിക്കണം, ദേവിയെ ഇപ്പൊ വിളിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവള് സമ്മതിക്കില്ല. അവൾക്ക് ഇപ്പോഴും ആ ദേവമംഗലത്തുകാരോട് സ്നേഹമാ. കേസിനും കാര്യങ്ങൾക്കൊന്നും അവൾ കൂട്ടു നിൽക്കില്ല എന്ന് പറയുമ്പോൾ അനന്തനൊക്കെ ചോദിക്കുകയാണ് കേട്ടോ, അപ്പൊ ദേവി ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ദേവി അറിയാതെയാണോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, സത്യം പറഞ്ഞ അതെ, ഞങ്ങളാ പോയി പരാതി കൊടുത്തത്. പരാതിയിൽ ദേവിയുടെ ഒപ്പ് വേണോന്ന് പറഞ്ഞപ്പോൾ അവളെ പോലെ ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ പെട്ടെന്ന് പോയി ഇതൊന്നും പറഞ്ഞാൽ അവള് സമ്മതിക്കില്ല. അതുകൊണ്ടാ എന്നൊക്കെ പറയുമ്പോൾ, ഓഹോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അധികം വൈകിപ്പിക്കണ്ട, ഞങ്ങൾ തന്നെ ദേവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. നിങ്ങൾ ദേവിയെ വിളിക്ക് എന്ന് പറയുമ്പോൾ, അയ്യോ ദേവിയെ വിളിക്കാൻ പറ്റില്ല എന്ന് പറയാണ് ശ്രീകല. അപ്പോൾ മര്യാദയ്ക്ക് ദേവിയെ വിളിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അച്യുതൻ അവിടെ നിന്ന് എണീക്കുന്നു. ഉദയഭാനുവിനെ തല്ലാൻ പോകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങനെ പേടിക്കുകയാണ് കേട്ടോ. ശ്രീകലയും ഉദയഭാനും എന്താ ഇപ്പൊ ഇവരുടെ മട്ടും ഭാവമൊക്കെ മാറുന്നത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അച്യുതനും അനന്തനും ഒക്കെ പറയാണ്, തന്റെ മോളെ വിളിക്കടോ, താനൊക്കെ എന്താ വിചാരിച്ചത്? ഗോമതിക്കും കുടുംബത്തിനും ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്നോ? ഞങ്ങളുണ്ടല്ലോ ജീവനോടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബഹളം വെക്കുകയാണ്. അപ്പൊ ഈ ബഹളങ്ങളൊക്കെ കേട്ട് ശ്രീകലയും ഉദയഭാനും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അതേസമയം ദേവി അകത്തുനിന്ന് വരികയാണ് കേട്ടോ. ഈ ബഹളമൊക്കെ കേട്ടിട്ട്, എന്താ അവിടെ, എന്താ അമ്മേ, അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്നുണ്ട്. അങ്ങനെ അയ്യോ മോളെ ദേവി എന്നും പറഞ്ഞ് ഇവർ പേടിച്ചിട്ട് നിൽക്കുകയാണ് ശ്രീകലയും ഉദയഭാനും. ആ സമയത്ത് ധർമ്മൻ നേരെ ദേവിയോട് പോയി പറയാണ്, ദേ നോക്ക് ദേവി, ഇപ്പൊ നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. ഈ പ്രശ്നത്തിനൊക്കെ ഇപ്പൊ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ, മാമൻ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇവിടെ വീട്ടിൽ കയറി വന്ന് എന്റെ അച്ഛനെ തല്ലാൻ മാത്രം ഇവരൊക്കെ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ദേവി ചോദിക്കുമ്പോൾ ധർമ്മൻ പറയാണ്, ദേവി നിനക്ക് ഇതുവരെ ഒന്നും അറിയില്ല. നീ അറിയാതെ നിന്റെ അച്ഛനും അമ്മയും കൂടി ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണെന്നറിയോ? ദേവമംഗലത്തുകാർ മൊത്തം ഇപ്പൊ പോലീസ് സ്റ്റേഷനില. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? നിന്നോട് അവരെന്ത് തെറ്റാ ചെയ്തത്? ഗാർഹിക പീഡനം എന്നും പറഞ്ഞ് കള്ളപ്പരാതി കൊടുത്തിരിക്കുക നിന്റെ അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ, കേസോ എന്നും പറഞ്ഞ് ദേവി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ധർമ്മന്റെ കൂടെ ദേവി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസ് പിൻവലിക്കാൻ പോകുന്നുണ്ടോ? അതോ അവസാനം വരെയും ദേവമംഗലത്തുകാരെ കോടതിയിൽ എത്തിക്കുന്നത് വരെയും ദേവി ഈ കാര്യങ്ങളൊന്നും അറിയാതെ ശ്രീകലയും ഉദയഭാനും സൂക്ഷിക്കുകയും അവസാനം കോടതിയിൽ സർപ്രൈസ് ആയിട്ട് എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തുകൊണ്ട് ദേവി അവിടെ വന്ന് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ തുറന്ന് പറഞ്ഞ് ദേവമംഗലത്തുകാരെ രക്ഷിക്കാൻ പോവുകയാണോ? എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയൂ കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടണം കേട്ടോ. താങ്ക് യു, ബൈ.